ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ഡിസേർട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ പാലിൽ മാത്രമാണ് നമ്മളൊരു ഡിസേർട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയൊരു പാലിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരത്തിനായിട്ട് വേറെ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, മിൽക്ക് മെയ്ഡ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി എടുക്കാം. മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പാല് നല്ലോണം തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ പാല് ഏകദേശം ഇങ്ങനെ കുറുകി ഇതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു പാല് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാനിതാ അവിടെ കുറച്ച് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളത്തിൽ ചൈന ഗ്രാസ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് നല്ലോണം ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ട്രേ എടുക്കാം. അതിലേക്ക് റെഡിയാക്കി വെച്ച ആ ഒരു പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പാൽ അരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പാല് ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു ചൈന ഗ്രാസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നന്നായിരിക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ അവിടെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ കട്ട അല്ലെങ്കിൽ കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ലാസ്റ്റ് ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലോണം ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനിതാ നമുക്കിതിലേക്ക് വേണ്ടത് മാങ്ങയാണ്. നല്ലോണം പഴുത്ത മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഈ ഒരു മാങ്ങ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മാങ്ങയുടെ പൾപ്പ് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഒരുപാട് മാങ്ങ അങ്ങനെ പീസാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മാങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ മാങ്ങ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഈ ഒരു മാങ്ങ പീസൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് മാംഗോ പനക്കോട്ട എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈ സെൽ റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഉള്ള ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്